ഹായ് ഓൾ, വെൽക്കം ടു ട്രേഡ് സൈക്ലോപീഡിയ. സ്ട്രീക്ക് യൂസ് ചെയ്ത് തുടങ്ങിയ സമയം തൊട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് തുടങ്ങിയ ടൈം തൊട്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, സ്ട്രീക്കിൽ പോയിന്റ് ബേസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഓൾറെഡി സ്ട്രീക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, കറന്റ് സ്ട്രീക്കിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് പ്യുവർലി പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ആയിരുന്നു. അതായത് നമ്മൾ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 2% ടാർഗറ്റ് അല്ലെങ്കിൽ 1% റിസ്ക്, അങ്ങനെ രീതിയിൽ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാമായിരുന്നു. അപ്പം ഒരുപാട് ആളുകൾ പക്ഷേ ഈ പെർസെൻറ്റേജിൽ നിന്ന് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ്. അതായത് അവരെടുക്കുന്ന ഒരു പൊസിഷൻ ഒരു 4 പോയിന്റ് പ്രോഫിറ്റ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 4 പോയിന്റ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക, റെസ്പെക്റ്റീവ് ഓഫ് പെർസെൻറ്റേജ് എത്ര വേണേലും ആയിക്കോട്ടെ. ഒരു 4 പോയിന്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു 2 പോയിന്റ് ട്രേഡ് റിവേഴ്സ് ആയി 2 പോയിന്റ് താഴോട്ട് ആവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുക. സോ അങ്ങനെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യുന്നതുകൊണ്ടാകാം കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് പോയിന്റ് ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അതിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ഇപ്പോൾ സ്ട്രീക്ക് ആൽഗോ പോലെയൊക്കെ ചെയ്യുമ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജീസ്, ഒരു പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ 52 വീക്ക് NR7 സ്ട്രാറ്റജി, അങ്ങനെ ധാരാളം സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിലൊക്കെ നമ്മളൊരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്കുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഒരു 4-5 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു ബാസ്ക്കറ്റ് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബാസ്ക്കറ്റും ഫുള്ള് സ്റ്റോക്കുകൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് സ്ട്രാറ്റജി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്യും. ഓക്കെ, ആ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിക്ക് നമ്മൾ ഒരേ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും റിസ്ക്കും ആയിരിക്കും, അതായത് റിസ്ക്കും റിവാർഡും ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ 1% സ്റ്റോപ്പ് ലോസും 2% പ്രോഫിറ്റും എന്ന് തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 5 ഡിഫറെൻറ്റ് സ്റ്റോക്കുകളും 5 പ്രൈസ് റേഞ്ചിലായിരിക്കും. അതിൽ 100 രൂപയുടെ ഒരു സ്റ്റോക്ക് ഉണ്ടാവും, 1000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടാവും, 2000-ന്റെ 5000-ന്റെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പം അത് കാരണത്താൽ കൃത്യമായിട്ട് പൊസിഷൻ സൈസിങ് ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ 5-5 ക്വാണ്ടിറ്റി വെച്ചിട്ടായിരിക്കും അവർ പക്ഷെ വാങ്ങുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ക്വാണ്ടിറ്റിയിലൊന്നും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ ഈ ബാസ്ക്കറ്റിലേക്ക് സ്റ്റോക്കുകളെല്ലാം ആഡ് ചെയ്ത് എല്ലാം ഒരു 5 ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ഒരേ രീതിയിൽ ഡിപ്ലോയ് ചെയ്യുന്ന ഒരാൾക്ക് 2 ട്രേഡുകളും സ്റ്റോപ്പ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാലും പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാലും ഈ 100 രൂപ ഉള്ള 2 സ്റ്റോക്കുകൾക്ക് 2% പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ഒരു 5000 രൂപയുള്ള സ്റ്റോക്കിനായിരിക്കാം 1% സ്റ്റോപ്പ് ലോസ് സെറ്റ് ആവുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിരിക്കും, ആ നഷ്ടപ്പെടുന്ന എമൗണ്ട് കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് റിസ്ക് കൂടുതലാവുന്ന കാരണം ടോട്ടൽ ഒരു 5 ട്രേഡ് എടുക്കുവാണെങ്കിൽ 5 ട്രേഡിൽ ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് ലോസിലായിരിക്കും കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും ആകാം ഇങ്ങനെയുള്ളവർ കൂടുതലും സ്കാൽപ്പിംഗ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നവർ കൂടുതലും പെർസെൻറ്റേജ്, അതിൽ മുകളിൽ പെർസെൻറ്റേജിനേക്കാളും കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 5 സ്റ്റോക്കിനും 5 പോയിന്റ് എന്നുള്ള രീതിയിൽ ഒരു ഗെയിനും ഒരു 3 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും, ഒരു 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ ഓരോന്നിനും ഇപ്പം 3 പോയിന്റ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വരുവാണെങ്കിൽ 300 രൂപ മാത്രമേ ഓരോ ട്രേഡിലും നഷ്ടപ്പെടുത്തുള്ളൂ. സോ അങ്ങനെ ആ ഒരു പാറ്റേണിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈ പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് സിസ്റ്റം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്ട്രീക്കിൽ ഇതുവരെ അത് എന്തായിരുന്നു ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറന്റ് നമുക്ക് എൻട്രി കിട്ടി. ഇപ്പോൾ സ്ട്രൈക്കിൽ ഒരു സ്ട്രാറ്റജി പ്രകാരം നമുക്കൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ സ്ട്രൈക്കിൽ നമ്മളൊരു ട്രേഡിൽ എൻട്രി എടുത്തു. ഇപ്പോൾ മാനുവലി നമ്മൾ ചെയ്യുമ്പോഴെങ്ങനെ, മാനുവലി നമുക്കൊരു റേഞ്ചിന് മുകളിൽ പോയി എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ എൻട്രി കിട്ടുന്ന പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യും. ആ നോട്ട് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ മാനുവലി ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ 5 പോയിന്റ് താഴെയാണെങ്കിൽ 5 പോയിന്റ് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ ചാർട്ടൊക്കെ നോക്കിയിരിക്കുന്നവർ ചാർട്ടിൽ ഒരു ലൈൻ വരച്ചു വെക്കും. ഏതെങ്കിലും ഒരു ക്യാൻഡിൽ അതിന് താഴെ ഒന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യും മാനുവലി. അങ്ങനല്ലേ? അപ്പോൾ സ്ട്രീക്കിലാണെങ്കിൽ ഇപ്പൊ കറന്റ് ശരിക്കും ഇതുവരെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രീക്ക് ആ എൻട്രി എടുത്ത് പിന്നെ നമ്മൾ സെറ്റ് ചെക്കുന്ന എക്സിറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് വൈസ് ആണെങ്കിൽ ആ പെർസെൻറ്റേജ് എത്തുമ്പോൾ മാത്രമേ സ്ട്രീക്ക് എക്സിറ്റ് ചെയ്യത്തുള്ളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻട്രി കിട്ടുന്ന ക്യാൻഡിൽ, ഇപ്പം സപ്പോസ് ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഒരു 10:30-യുടെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 11 മണിയുടെ ക്യാൻഡിലിനായിരിക്കും നമുക്കൊരു 5 മിനിറ്റ് ക്യാൻഡിലിനായിരിക്കും ഒരു എൻട്രി കിട്ടുന്നത്. പക്ഷെ ആ ക്യാൻഡിൽ എവിടെയും സ്ട്രീക്ക് നോട്ട് ചെയ്യുന്നില്ല. ബട്ട് ഇപ്പോൾ ഉള്ള പുതിയ ഫീച്ചറിൽ ഒരു പുതിയ ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ അവർ ആഡ് ചെയ്തു. അതാണ് ഈ സിഗ്നൽ ക്യാൻഡിൽ. സിംപ്ലി സിഗ്നൽ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിൽ നമ്മൾ കൊടുത്തേക്കുന്ന എൻട്രി കണ്ടീഷൻ, ഇപ്പോൾ മാസ്റ്റർ ക്യാൻഡിൽ ആണല്ലോ യൂസ് ചെയ്യുന്നത് സ്ട്രൈക്ക് ഉപയോഗിക്കുന്നവർ. അപ്പം ഒന്നെങ്കിൽ 5 മിനിറ്റ്സ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്സ്, ദെൻ 1 അവർ, 30 മിനിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ക്യാൻഡിൽ ടൈം ഫ്രെയിമുകളായിരിക്കും മാസ്റ്റർ ക്യാൻഡിൽ യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ മാസ്റ്റർ ക്യാൻഡിൽ മാത്രമേ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ.
അപ്പോൾ അത് ഏത് ക്യാൻഡിലാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ എൻട്രി കണ്ടീഷൻസ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ആ എൻട്രി കണ്ടീഷൻസ് എവിടെ മീറ്റ് ആകുന്നോ ആ പോയിന്റിലായിരിക്കും നമുക്ക് എൻട്രി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിലിനെയാണ് സ്ട്രീക്ക് സിഗ്നൽ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഈ സിഗ്നൽ ക്യാൻഡിലിന്റെ റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിഗ്നൽ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് സിഗ്നൽ ക്യാൻഡിലിന്റെ 1-2 എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ആൽഗോ ക്രിയേറ്റ് ചെയ്തു, ഓക്കെ, ഡിപ്ലോയ് ചെയ്തു. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ 1 അവർ ഓപ്പണിംഗ് റേഞ്ചിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ, മുകളിലോ താഴെയോ വട്ടവർ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഒരു എൻട്രി കിട്ടുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻട്രി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു 10:35 ക്യാൻഡിൽ, രാവിലെ ഒരു 10:35 ക്യാൻഡിലാണ് ഈ ഓപ്പണിംഗ് അവർ റേഞ്ചിന്റെ ഹൈയുടെ മുകളിൽ വന്ന് ക്ലോസ് ചെയ്തത്. ആ 10:30 ഓപ്പൺ ആയിട്ട് 10:35 ക്ലോസ് ആവുന്ന 5 മിനിറ്റ്സ് ക്യാൻഡിലാണെന്നിരിക്കട്ടെ എക്സാമ്പിൾ. ആ ക്യാൻഡിലിനെ മാസ്റ്റർ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യും. കാരണം ആ ക്യാൻഡിലാണ് എൻട്രി കിട്ടാൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ആ ഓപ്പണിംഗ് അവർ റേഞ്ചിന്റെ മുകളിൽ വന്ന് ക്ലോസ് ചെയ്ത ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, അന്നേരം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ആ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ആ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഒരു 2 പോയിന്റോ 3 പോയിന്റോ അല്ലെങ്കിൽ 5 പോയിന്റോ, നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പോയിന്റ് താഴോട്ട് പോകുമ്പോൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. സോ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസും ഈ സിഗ്നൽ ക്യാൻഡിലിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ 1-2 കാര്യങ്ങളോട് ഇതിന്റെ കൂട്ടത്തിൽ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കാനുള്ളതുണ്ട് ഇത് പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പോൾ. കാരണം ഇതിന്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് സ്ട്രീക്ക് റീഡ് ചെയ്തെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സ്ട്രാറ്റജിയിലും ഇത് ക്ലബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചില കുറച്ച് സ്ലിപ്പേജസ് ഒക്കെ ഇതിന് വരാൻ സാധ്യതയുണ്ട്. സോ അത് ഞാൻ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ചാർട്ടിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. സോ ഇതിന്റെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമ്മൾ സെയിം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്തു. ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ പ്രൈസ്, ഉദാഹരണത്തിന് ഒരു സ്റ്റോക്ക് SBI എന്ന് പറഞ്ഞ സ്റ്റോക്കിന്റെ 300 പ്രൈസ് റേഞ്ച്, ഇപ്പം ആക്ച്വൽ പ്രൈസ് അല്ല ഞാൻ പറയുന്നത്, 300 എന്നുള്ള ഒരു പ്രൈസ് ക്ലോസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ക്ലോസ് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ ഒരു ബൈ സൈഡ് എൻട്രി എടുക്കാനാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തു. 1 മിനിറ്റ് ക്ലോസ് ചെയ്ത് മുകളിൽ പോകുന്നത്. അപ്പം ഏത് 1 മിനിറ്റ് ക്യാൻഡിലാണ് 300 പ്രൈസ് ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ക്യാൻഡിലായിരിക്കും എൻട്രി കിട്ടുന്നത്. അപ്പൊ ആ റെസ്പോൺസിബിൾ ആവുന്ന ആ ക്യാൻഡിലിനെ ആയിരിക്കും സിഗ്നൽ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാൻഡിലിനെ ബേസ് ചെയ്ത് അഗൈൻ നമുക്ക് വെക്കാം. അതായത് ഈ ക്യാൻഡിലിന്റെ ലോയുടെ താഴെ വന്നിട്ട് എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അടുത്ത 1 മിനിറ്റ് ക്യാൻഡിൽ ഒരു പ്രൈസിന് താഴെ പോകുന്ന രീതിയിൽ എക്സിറ്റ് കണ്ടീഷൻ നോർമലി അങ്ങനെ ഡയറക്റ്റ് ഇപ്പം എക്സിസ്റ്റിംഗിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ സിഗ്നൽ ക്യാൻഡിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻഡിൽ സ്പെസിഫൈ ചെയ്യാതെ തന്നെ അതിനെ ബേസ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതായത് നമ്മൾ പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ബേസ്ഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതേ പോലെ തന്നെ പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാനായിട്ട് സിഗ്നൽ ക്യാൻഡിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എൻട്രി അതിന്റെ ലോയോ അതിന്റെ ഹൈയോ അതല്ലെങ്കിൽ ആ ക്യാൻഡിൽ ബേസ്ഡ് കണ്ടീഷൻ, ക്യാൻഡിൽ ഫീൽഡുകളെല്ലാം റീഡ് ചെയ്യും. അതായത് ഈ സിഗ്നൽ ക്യാൻഡിലിന്റെ ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ അങ്ങനെയുള്ള 4 ഫീൽഡുകൾ നമുക്ക് പോയിന്റ് ചെയ്യാം. 4 ഫീൽഡുകളും ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജിയിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സിറ്റ് കണ്ടീഷൻസ് ചെയ്യാൻ പറ്റും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിഗ്നൽ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു പൊസിഷനിൽ നമുക്ക് എൻട്രി കിട്ടിയതിന് ശേഷം മാത്രമേ സ്ട്രീക്ക് അത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ആ എൻട്രി കിട്ടുന്ന ആ എൻട്രിക്ക് റെസ്പോൺസിബിൾ ആവുന്ന ക്യാൻഡിലിനെയാണ് സിഗ്നൽ ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത്, ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. സോ എൻട്രി കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ സിഗ്നൽ ക്യാൻഡിൽ ജനറേറ്റ് ആവത്തുള്ളൂ. സിമ്പിൾ. അത് ഏത് സമയത്തും ആവാം. മാസ്റ്റർ ക്യാൻഡിൽ ടൈം ഫ്രെയിം തന്നെ ആയിരിക്കും സിഗ്നൽ ക്യാൻഡിൽ വരുന്നത്. പക്ഷെ എൻട്രി കിട്ടാൻ കാരണമാകുന്ന ക്യാൻഡിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. പ്രാക്ടിക്കൽ കണ്ടീഷനിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതേപോലെ തന്നെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എക്സിറ്റ് കണ്ടീഷൻസിൽ മാത്രമേ ഈ സിഗ്നൽ ക്യാൻഡിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നോർമലായിട്ടുള്ള എൻട്രി കണ്ടീഷനിൽ നിങ്ങൾ സിഗ്നൽ ക്യാൻഡിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. എക്സിറ്റ് കണ്ടീഷൻ, ഓപ്ഷണൽ ആയിട്ടുള്ള എക്സിറ്റ് കണ്ടീഷൻസിൽ മാത്രമേ സിഗ്നൽ ക്യാൻഡിൽ കൊടുക്കാൻ പറ്റൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി കിട്ടിയതിന് ശേഷം മാത്രമേ സിഗ്നൽ ക്യാൻഡിൽ ജനറേറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ സിഗ്നൽ ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ ഒരു ക്യാൻഡിലിനെ സ്ട്രീക്ക് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. സ്വാഭാവികമായിട്ടും അത് എക്സിറ്റ് ക്യാൻഡിൽ കണ്ടീഷൻസിൽ മാത്രമേ അതിന് റെലവൻസ് ഉള്ളൂ, അതിൽ മാത്രമേ അത് വരൂ. അപ്പൊ നമ്മുടെ മെയിൻ എക്സാമ്പിളിലേക്ക് കടക്കുന്നതിന് മുന്നേ ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കണ്ടിട്ട് ഈ സിഗ്നൽ ക്യാൻഡിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കാം. സോ ഈ സിഗ്നൽ ക്യാൻഡിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചാർട്ടിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന സ്റ്റോക്ക് ഭാരതി എയർടെലിന്റെ ഒരു സ്റ്റോക്കാണ്. സോ ഇന്നത്തെ ഡെയിലി ചാർട്ടാണ് ഇത്. 1 അവർ ടൈം ഫ്രെയിമിലാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഓപ്പണിംഗ് ക്യാൻഡിൽ. ഇതിന്റെ ഹൈയും മാർക്ക് ചെയ്തു, ഇതിന്റെ ലോയും മാർക്ക് ചെയ്തു. സോ അതായത് ഞാനൊരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്നുള്ള സ്ട്രാറ്റജിയാണ് ക്രിയേറ്റ് ചെയ്തെന്നിരിക്കട്ടെ. 1 അവർ, അതായത് 1 അവർ
റേഞ്ച് ബ്രേക്ക്ഔട്ട്. ഈ 1 ഹവറിൽ ഒരു 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വന്ന് റേഞ്ചിന് താഴെയോ അല്ലെങ്കിൽ മുകളിലോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, മുകളിലാണെങ്കിൽ ഒരു ബൈ സൈഡ് എൻട്രി എടുക്കും, താഴെയാണെങ്കിൽ ഒരു സെൽ സൈഡ്, അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഡിഫൈൻ ചെയ്തെന്നിരിക്കട്ടെ എക്സാമ്പിൾ. സോ 1 ഹവറിൻ്റെ ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്തു. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് 5 മിനിറ്റിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുവാണ് ടൈം ഫ്രെയിം. ഇത് ഇപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. സോ ഇതാണ് നമ്മളുടെ ഹൈയും ലോയും റേഞ്ച് ബ്രേക്ക് ചെയ്തേക്കുന്നത്. സോ ഇവിടുന്ന് മാർക്കറ്റ് അവർ ഓപ്പൺ ആയി. സോ ഓൾമോസ്റ്റ് ഇവിടെ ഓപ്പണിംഗ് ക്യാൻഡിൽ ഇതാണ് 5 മിനിറ്റ്സിൻ്റെ. 5 മിനിറ്റ്സ് വന്നു. 5 മിനിറ്റിൻ്റെ ഈ റേഞ്ച് എപ്പം ക്രോസ് ചെയ്ത് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ്, അതായത് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് എൻട്രി കിട്ടുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അതായത് ഈ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഈ ഓപ്പണിംഗ് റേഞ്ചിന്റെ ലോയുടെ താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു എൻട്രി ട്രിഗർ ആവും. അപ്പോൾ ഇതിന് ശേഷം പിന്നെ സ്റ്റോക്ക് റിവേഴ്സ് ആയി പോയി പൊസിഷൻ ലോസിൽ വരുമായിരിക്കും, പക്ഷെ തിരിച്ചു വന്നിട്ട് ഇത്. ബട്ട് ഈ ഒരു എൻട്രി കിട്ടാൻ നമ്മളുടെ സ്ട്രീക്ക് സെലക്ട് ചെയ്യുന്ന ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ വന്ന് ലോയുടെ താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്. അപ്പം നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി കിട്ടിയതിന് ശേഷം സ്ട്രീക്ക് ഈ ക്യാൻഡിലിനെ സിഗ്നൽ ക്യാൻഡിലായിട്ട് റീഡ് ചെയ്യും. കാരണം ഈ ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത്. നമ്മൾ വെച്ചേക്കുന്ന കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ക്രോസസ് ബിലോ ഓപ്പണിംഗ് റേഞ്ച് 1 അവർ എന്നുള്ള 1 അവർ ലോയുടെ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്ട്രാറ്റജിയിൽ എൻട്രി കണ്ടീഷൻ കൊടുത്തിരുന്നെങ്കിൽ ഈ പോയിന്റിന്റെ ക്ലോസ്, അതായത് ഈ പോയിന്റിലുള്ള ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിനെ സിഗ്നൽ ക്യാൻഡിലായിട്ട് സ്ട്രീക്ക് റീഡ് ചെയ്തിട്ടായിരിക്കും എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്തതിന് ശേഷമാണ് ആ ക്യാൻഡിൽ റീഡ് ആവുന്നത്. അപ്പോൾ ഇതിന്റെ ക്ലോസ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഇതൊരു ബിയറിഷ് ക്യാൻഡിലാണ്. സോ ഈ ഒരു പോയിന്റ് ആണ് ക്ലോസ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സിഗ്നൽ ക്യാൻഡിൽ, ഇനി എക്സിറ്റ് കണ്ടീഷൻ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സിറ്റ് കണ്ടീഷനകത്ത് ഈ സിഗ്നൽ ക്യാൻഡിലിനെ പ്ലോട്ട് ചെയ്തിട്ട് എന്ത് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ, എക്സിറ്റിൽ ഞാൻ ആഡ് ചെയ്യുവാണ് സിഗ്നൽ ക്യാൻഡിലിന്റെ ഹൈ. ഇപ്പോൾ ബിയറിഷ് സ്ട്രാറ്റജി ആകുമ്പോൾ സിഗ്നൽ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ എക്സിറ്റ് ചെയ്യും എന്നൊരു കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ഈ സ്റ്റോക്ക് ഇങ്ങനെ പ്രൈസ് എൻട്രി എടുത്തതിന് ശേഷം തിരിച്ച് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇതിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ എക്സിറ്റ് ചെയ്താനെ, അപ്പം ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യും. അതല്ല, ഈ ക്ലോസിന് സിഗ്നൽ ക്യാൻഡിൽ നിന്ന് 3 പോയിന്റോ 4 പോയിന്റോ 5 പോയിന്റോ മുകളിൽ പോവുകയാണെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള കണ്ടീഷനാണ് കൊടുക്കുന്നെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എൻട്രി കിട്ടുന്നത് എക്സാക്ട്ലി ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ, ഇപ്പം ഈ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ സ്ട്രീക്ക് എൻട്രി എടുക്കാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും കൈറ്റ്സിലേക്ക്, അല്ലേ? അതൊരു മാർക്കറ്റ് ഓർഡർ ആയിട്ടായിരിക്കും. അപ്പോൾ അത് ഈ ഒരു ക്യാൻഡിലിൽ ഏതൊരു പോയിന്റിൽ വരും ചെറിയ ഡിഫറൻസ്. ഇപ്പോൾ 5:13 നമ്മളുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ പോകുന്നതെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സെൽ ഓർഡർ ആയിരിക്കും കൺഫേം ആവുന്നത്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസിൽ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ അതിലെല്ലാം ട്രാക്ക് ചെയ്യേണ്ടത് ഈ സിഗ്നൽ ക്യാൻഡിലിന്റെ ക്ലോസ് വെച്ചിട്ടായിരിക്കും സ്ട്രീക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പ്രാക്ടിക്കൽ സിനാരിയോയിൽ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാണ്, സ്ട്രീക്ക് എപ്പോഴും ബേസ് ചെയ്ത് സിഗ്നൽ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇപ്പം നോർമലി നമ്മളൊരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു മാനുവലി ട്രേഡ് എടുക്കുന്ന ഒരാൾ ഒരു മാർക്കറ്റ് ഓർഡറിൽ കൃത്യം ഒരു സ്റ്റോക്ക് കാണുമ്പോൾ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് നല്ല ലിക്വിഡിറ്റി ഉള്ള, നല്ല ഇംപ്ലൈഡ് വോളറ്റാലിറ്റി ഉള്ള ഒരു സ്റ്റോക്കിനാണെങ്കിൽ നമ്മൾ കാണുന്ന മാർക്കറ്റ് ഓർഡർ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു മാർക്കറ്റ് ഓർഡർ ഇട്ടാൽ പോലും അതിൽ നിന്ന് ആ ലാസ്റ്റ് ട്രേഡർ പ്രൈസിൽ നിന്ന് കുറച്ച് അപ്സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് സെല്ലർ ഏതാണ് അവൈലബിൾ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെന്നുള്ള രീതിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും ഓർഡർ കൺഫേം ആവുന്നത്. സോ അത് നോർമലാണ്. അതേ ഒരു ഡിലേ തന്നെ, അതേ ഒരു ചെറിയ ആ ഒരു സ്ലിപ്പേജ് ഈ സ്ട്രീക്കിലും തീർച്ചയായിട്ടും വരും. അത് എക്സ്പെക്ട് ചെയ്യണം. നമ്മൾ പ്രിസൈസ്ഡ് ആയിട്ട് നല്ല വോളറ്റാലിറ്റി ഉള്ള, വലിയ മൂവ്മെന്റ് ഇല്ലാത്ത സ്റ്റോക്കുകൾ, ഇപ്പോൾ എയർടെൽ ഈ സ്റ്റോക്കുകളൊന്നും കുഴപ്പമില്ല, കൃത്യമായിട്ട് കിട്ടും. പക്ഷെ നല്ല മൂവ്മെന്റ് ഉള്ള, വോളറ്റാലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ പ്രിസൈസ്ഡ് ആയിട്ടുള്ള പോയിന്റ് എക്സ്പെക്ട് ചെയ്യരുതെന്ന് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരും. അത് പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വെക്കുക. ഇതേപോലെ തന്നെ എന്ത് കണ്ടീഷൻസ്, നമ്മളുടെ റേഞ്ച് ബ്രേക്ക്ഔട്ടുകൾ, NR7 പോലുള്ള സ്ട്രാറ്റജീസ്, അതേപോലെ എന്ത് സ്ട്രാറ്റജീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന മാസ്റ്റർ ടൈം ഫ്രെയിം ക്യാൻഡിൽ ഏത് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യുന്നിടത്താണ് എൻട്രി കിട്ടുന്നത്, ആ പോയിന്റിലാണ്, അതിനെയാണ് മാസ്റ്റർ ക്യാൻഡിലായിട്ട് റീഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വേറെ രീതിയിൽ ഒരു എക്സാമ്പിൾ കൊടുത്തു എന്ന് വെച്ചോ. ഇപ്പം എൻ്റെ സ്ട്രാറ്റജി കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് എയർടെലിൻ്റെ പ്രൈസ് ഒരു ബുള്ളിഷ് രീതിയിൽ തന്നെ ഞാൻ ഒരു ചാർട്ട് റീഡ് ചെയ്തിട്ട് 514 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ, അപ്പം നമ്മൾ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് വെക്കാം എക്സാമ്പിൾ. അപ്പോൾ ഈ ദിവസത്തെ ഒരു ക്യാൻഡിൽ തന്നെ എടുക്കാം. ഒരു 514 റേഞ്ചിൽ മുകളിൽ പോവുകയാണെങ്കിൽ ക്ലോസ്, അല്ലെങ്കിൽ 513 താഴെ പോവുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലൊരു ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ
ഇത് 1 മിനിറ്റ് 513 താഴെ വന്ന് ക്ലോസ് ചെയ്യാം. ഇതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി എങ്കിൽ ഈ 513 താഴെ വന്ന് ക്ലോസ് ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിലിനെ അത് മാസ്റ്റർ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടും. ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണ് വന്ന് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എൻട്രി കിട്ടും. ഒരു 512 വന്ന് പൊസിഷൻ ഷോർട്ട് ചെയ്യും. പിന്നെ അവിടെ നിന്നിട്ട് താഴോട്ട് വരും. അപ്പം ഇതാണെങ്കിൽ പക്ഷെ അപ്പം ഇത് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് ഈ സിഗ്നൽ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതായത് ഈ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുന്നിടത്ത് എൻട്രി പൊസിഷൻ എക്സിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ കണ്ടീഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് 4 പോയിന്റ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ബിയറിഷ് സ്ട്രാറ്റജി ആകുമ്പോൾ അപ്സൈഡ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് പോകുന്നത്. എന്നാൽ ഒരു 4 പോയിന്റ് ഒരു പോയിന്റ് ബേസ്ഡ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അപ്പം ഞാനത് സ്ട്രീക്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നമുക്കൊരു ലൈവ് എക്സാമ്പിൾ നോക്കാം. സോ 2 എക്സാമ്പിൾസ് ആണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു ബജാജ് ഫിനാൻസിന്റെ സ്റ്റോക്ക് ഒരു 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ടൈം ഫ്രെയിം, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ ടൈം ഫ്രെയിം ഞാൻ ഡയറക്റ്റ് ഒരു പ്രൈസ് കൊടുക്കുകയാണ്. എനിക്ക് ഇമീഡിയറ്റ്ലി എൻട്രി കിട്ടാം. ഞാനൊരു സ്റ്റോക്ക് ഞാൻ പേപ്പർ ട്രേഡ് ചെയ്ത് കാണിക്കാം. അതായത് ഒരു 10 മിനിറ്റ് 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ഒരു സർട്ടൺ പ്രൈസ് ലെവലിൽ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമുക്കൊരു 5,000 ഇപ്പം കറന്റ് എൻട്രി 5,000 മുകളിലാണ് ബജാജ് ഫിനാൻസ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5,000 മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു എൻട്രി എടുക്കുക എന്നുള്ള രീതിയിൽ എൻട്രി എടുത്തതിന് ശേഷം 10 പോയിന്റ് മുകളിലോട്ട്, സാധാരണ അങ്ങനെയാണല്ലോ പോയിന്റ് ബേസ്ഡ് ആളുകൾ സെറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ 10 പോയിന്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ പൊസിഷൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യും ബൈ സൈഡ്. അതല്ല റിവേഴ്സ് ആയിട്ട് 10 പോയിന്റ് താഴെയാണെങ്കിൽ ലോസ് ബുക്ക് ചെയ്തിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യും. സോ അതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് അതൊന്ന് ചെയ്ത് നോക്കാം. സ്ട്രാറ്റജി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കാം സിഗ്നൽ ക്യാൻഡലിന്റെ യൂസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു സ്റ്റോക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ബജാജ് ഫിനാൻസ് സ്റ്റോക്ക് തന്നെ എടുത്തു. സോ അതിൻ്റെ 1 മിനിറ്റ് ക്യാൻഡിൽ ഡ്യൂറേഷൻ ആണിത്. ഒരു 5,330 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഞാനൊരു ഇമീഡിയറ്റ് എൻട്രി എടുക്കാൻ വേണ്ടി തന്നെ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്ട്രാറ്റജിയിൽ ക്രിയേറ്റ് സ്ട്രാറ്റജി. ഓക്കെ, ബജാജ് ഫിനാൻസ് സ്റ്റോക്ക് ആഡ് ചെയ്തു. 1 മിനിറ്റ് ക്യാൻഡിൽ ഞാൻ സെലക്ട് ചെയ്തു. ബൈ ഒരു 1000 ക്വാണ്ടിറ്റീസ്, ജസ്റ്റ് പേപ്പർ ട്രേഡ് ആണ് ഇനി ചെയ്യുന്നത്. ആൻഡ് ക്ലോസ്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അഡ്വാൻസ്ഡിലേക്ക് സ്വിച്ച് ചെയ്യണം. ബേസിക്കലി ആ സിഗ്നൽ ക്യാൻഡിൽ എന്ന് പറഞ്ഞത് എക്സിറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. സോ സ്വിച്ച് ടു അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക. ബേസിക് വ്യൂവിൽ നിന്ന് അഡ്വാൻസ് വ്യൂവിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ, ബാക്കിയെല്ലാം സെയിം. ക്വാണ്ടിറ്റി ബൈ 1000. ഞാൻ ക്ലോസ് ഹയർ ദാൻ നമ്പർ. അപ്പം ഞാനിവിടെ പേപ്പർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയല്ലേ, അപ്പം നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് എൻട്രി കിട്ടാൻ വേണ്ടി ഞാനൊരു 5,000 സ്പെസിഫൈ ചെയ്യുവാണ്. കാരണം 5,000 സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 1 മിനിറ്റ് ക്യാൻഡിൽ ഇപ്പം 5,300 റേഞ്ച് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 5,000 ക്ലോസ് ചെയ്യുന്നതിന് മുകളിലാണല്ലോ എന്തായാലും ക്ലോസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇമീഡിയറ്റ്ലി ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എൻട്രി കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനത് കൊടുക്കുന്നത്. സോ എക്സിറ്റ് കണ്ടീഷൻ അതാണ് ഇമ്പോർട്ടൻറ്റ്. എക്സിറ്റ് കണ്ടീഷൻ എന്നുള്ളിടത്ത് ഞാൻ ഓപ്ഷണൽ കണ്ടീഷൻ ആഡ് ചെയ്തു. അപ്പം ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് 10 പോയിന്റ് കയറുവാണെങ്കിൽ, അതായത് ടാർഗറ്റ് 10 പോയിന്റ് വെക്കും. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസും 10 പോയിന്റ് വെക്കും. പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ട് പോയിന്റ് ബേസ്ഡ് ഒരു 10 പോയിന്റ് ടാർഗറ്റ് അല്ലെങ്കിൽ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അത് വെച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഈ എൻട്രി ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്ലോസ് പ്രൈസ് ശ്രദ്ധിക്കുക. ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന മാസ്റ്റർ ക്യാൻഡലിന് തന്നെ ആയിരിക്കും. 1 മിനിറ്റ് ക്ലോസ് പ്രൈസ് തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലോസ് പ്രൈസ് ആദ്യം ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പ് ബൈ വാല്യൂ കൊടുക്കുക 10 എന്ന് വാല്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂം സെറ്റ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ടൈപ്പ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയിരിക്കും വരുന്നത്. സോ അത് ചേഞ്ച് ചെയ്തിട്ട് ABS എന്ന് സെലക്ട് ചെയ്യുക. ABS എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ആണ്. സോ 10 എന്ന് സെലക്ട് ചെയ്തിട്ട് ABS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം 10 പോയിന്റ് എന്നുള്ളതാണ് പറയുന്നത്. 10 പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പം ക്ലോസ് അപ്പ് ബൈ 10 ABS ഫ്രം എന്നുള്ളത്, അതായത് ആ 1 മിനിറ്റിന്റെ ക്ലോസ് 10 പോയിന്റ് മുകളിലായി കഴിഞ്ഞാൽ എന്തിനേക്കാൾ എൻട്രി പ്രൈസ്. അപ്പോൾ എൻട്രി പ്രൈസ് എവിടാണ്? സിഗ്നൽ ക്യാൻഡിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നൽ ക്യാൻഡിലിന്റെ ഫംഗ്ഷൻ അവിടെയാണ് ഇമ്പോർട്ടൻറ്റ് വരുന്നത്. അതായത് നമുക്ക് എൻട്രി കിട്ടുന്ന ക്യാൻഡിലാണ് സിഗ്നൽ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എൻട്രി കിട്ടുന്നത് ഇപ്പോൾ സപ്പോസ് 5,000, ഇപ്പോൾ ഒരു ട്രേഡിൽ എനിക്ക് 5,320 വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി കിട്ടും. 25 ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി കിട്ടും. ഏത് 1 മിനിറ്റ് ക്യാൻഡിലാണോ 5,000 മുകളിൽ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇമീഡിയറ്റ്ലി കിട്ടാൻ വേണ്ടിയാണ് 5,000 സെലക്ട് ചെയ്തത്. നോർമൽ പ്രാക്ടിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ റേഞ്ച് ബ്രേക്ക് ഔട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെൻഡ് ആയിരിക്കും, ഏതെങ്കിലും ഇൻഡിക്കേറ്ററിന്റെ സപ്പോർട്ട് കൂടെ വെച്ചിട്ടായിരിക്കും എൻട്രി കിട്ടുന്നത്. എനിവേ ഏതൊക്കെ കണ്ടീഷൻ ആണെങ്കിലും ശരി, നമ്മൾക്ക് എൻട്രി കിട്ടുന്ന കണ്ടീഷൻ, ആ മാസ്റ്റർ ക്യാൻഡിൽ ടൈം ഫ്രെയിമിലുള്ള എൻട്രി കിട്ടുന്ന
ഏത് ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്, 1 മിനിറ്റ് ആയിക്കോട്ടെ 5 മിനിറ്റ് ആയിക്കോട്ടെ. 5 മിനിറ്റിൻ്റെ ഇപ്പോൾ നമ്മളുടെ കണ്ടീഷൻ പ്രകാരം 11:30 ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ, 11:30 തൊട്ട് 11:35 വരെയുള്ള ഒരു 5 മിനിറ്റ് ക്യാൻഡിലാണ് എൻട്രി കിട്ടുന്നതെങ്കിൽ അതിനെ സ്ട്രീക്ക് സിഗ്നൽ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യും. ആ സിഗ്നൽ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് കണ്ടീഷൻസ് ഓൾറെഡി തന്നെ സ്ട്രാറ്റജിയിൽ കൊടുക്കാം. സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലോസ് 10 മിനിറ്റ്സ് എബോവ് ഫ്രം സിഗ്നൽ ക്യാൻഡിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സിഗ്നൽ ക്യാൻഡിലിന്റെ ഏത് ഫീൽഡ്, സിഗ്നൽ ക്യാൻഡിലിന്റെ ഓപ്പൺ സെലക്ട് ചെയ്യാം, ഹൈ കൊടുക്കാം, ലോ കൊടുക്കാം, ക്ലോസ് കൊടുക്കാം. 4 ഫീൽഡുകളാണല്ലോ ഉള്ളത്. ഞാൻ സിഗ്നൽ ക്യാൻഡിലിന്റെ ക്ലോസ്, കാരണം ഇവിടെ ഞാൻ സിഗ്നൽ ക്യാൻഡിലിന്റെ ക്ലോസ്, അതായത് ക്ലോസിലാണ് എൻട്രി എടുക്കുന്നത്. ഓക്കെ, 1 മിനിറ്റിന്റെ ക്ലോസ് എൻട്രി എടുക്കുന്നത് അവിടെയാണ്. അപ്പോൾ എൻട്രി കിട്ടുന്ന പോയിന്റ്, ആ എൻട്രി പോയിന്റിൽ നിന്ന് 10 പോയിന്റ് കയറി വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി കിട്ടും. അതല്ലെങ്കിൽ 10 പോയിന്റ് താഴെയാണെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ ഓപ്ഷണൽ ആയിട്ട് കൊടുക്കും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓഫ്സെറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ സിഗ്നൽ ക്യാൻഡിൽ -1 എന്ന് കൊടുത്താൽ സിഗ്നൽ ക്യാൻഡിലിന് തൊട്ട് മുന്നേ ഉള്ള ക്യാൻഡിൽ, അതായത് എൻട്രി കിട്ടുന്ന ക്യാൻഡിലിന്റെ പ്രീവിയസ് ക്യാൻഡിൽ വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. -2 കൊടുത്തു കഴിഞ്ഞാൽ അതിനും തൊട്ട് മുന്നേ എൻട്രി കിട്ടുന്ന ക്യാൻഡിലിന് 2 ക്യാൻഡിൽ മുന്നേ ഉള്ള ക്യാൻഡിൽ റീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്കിത് ഇതിന്റെ ഓഫ്സെറ്റുകൾ മാറ്റി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 3 ക്യാൻഡിൽ കഴിഞ്ഞ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് വാല്യൂസ് കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ സപ്പോസ് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി കിട്ടുന്ന ക്യാൻഡിൽ, എൻട്രി കിട്ടുന്നപ്പോൾ ഒരു 11:35 ക്യാൻഡിൽ എൻട്രി കിട്ടിയെങ്കിൽ അടുത്ത 36, 37 3 ക്യാൻഡിൽ, അത് കഴിയുമ്പോൾ 3 ക്യാൻഡിലായിട്ട് റീഡ് ചെയ്യും. നമ്മളിപ്പോൾ ഓഫ് കോഴ്സ് 0 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ആഡ് അനദർ കണ്ടീഷൻ കൊടുക്കുക. ഇവിടെ ആൻഡ് മാറ്റിയിട്ട് ഓർ കൊടുക്കുക. അത് വളരെ ശ്രദ്ധിക്കണം, ആൻഡ് ഓർ. കാരണം ഇവിടെ നമ്മൾ ടാർഗറ്റ് ആണ് കൊടുത്തേക്കുന്നത്, ഇനി അടുത്ത കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് ആണ്. ആൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വാലിഡേറ്റ് ആവില്ല, കാരണം രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് സൈഡിലുള്ള 10 പോയിന്റ് മുകളിൽ അല്ലെങ്കിൽ 10 പോയിന്റ് താഴെ. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓർ കണ്ടീഷൻ കൊടുക്കുക. സെയിം പോലെ തന്നെ ക്ലോസ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തേക്കുന്ന മാസ്റ്റർ ക്യാൻഡിൽ 1 മിനിറ്റിന്റെ ക്ലോസ് ഡൗൺ ബൈ. ഓക്കെ, വാല്യൂ എന്ന് പറയുമ്പോൾ സെയിം 10 പോയിന്റ് തന്നെ. പെർസെൻറ്റേജ് മാറ്റി കൊടുക്കുക. പെർസെൻറ്റേജ് എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 10% സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. സോ അത് മാറ്റി ABS കൊടുക്കുക. ഓക്കെ, ക്ലോസ്, അത് 1 മിനിറ്റിന്റെ ക്ലോസ് 10 പോയിന്റ് താഴെ വന്ന് ക്ലോസ് ചെയ്താൽ ഏതിനേക്കാൾ, സെയിം സിഗ്നൽ ക്യാൻഡലിന്റെ ക്ലോസ് ഫീൽഡ്, ഓഫ്സെറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്നൽ ക്യാൻഡിൽ ക്ലോസ്, അതായത് ആ പോയിന്റിലാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്. ആ എൻട്രി കിട്ടുന്നതിനേക്കാൾ 10 പോയിന്റ് മുകളിൽ വന്ന് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സിറ്റ് ആവും. അതേപോലെ തന്നെ 10 പോയിന്റ് താഴെ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് കൺസിഡർ ചെയ്തിട്ട് എക്സിറ്റ് ആവും. അപ്പോൾ എക്സിറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി, അതായത് ബജാജ് ഫിനാൻസ് ഒക്കെ പോലുള്ള നല്ല ലിക്വിഡിറ്റി ഉള്ള, നല്ല വൊളറ്റാലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ എക്സാക്ട് എക്സ്ട്രീം ആ സെയിം പോയിന്റിലല്ല എക്സിറ്റ് ആകുന്നത്. കാരണം എന്ന് പറയുന്നത് ആ ഒരു 10 പോയിന്റ് മുകളിൽ വന്ന് 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പം സ്ട്രീക്ക് പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർക്കറ്റ് ഓർഡർ സിറോദ കൈറ്റ്സിലേക്ക് പ്ലേസ് ചെയ്തേ അതല്ല ഇപ്പോൾ ഏഞ്ചൽ ബ്രോക്കറും ഉണ്ടല്ലോ. അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിംഗ് ആണ് ആളുകൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രോക്കറിലേക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യത്തുള്ളൂ, നെക്സ്റ്റ് മാർക്കറ്റ് ഓർഡർ. അപ്പോൾ ഇമീഡിയറ്റ്ലി ആ മാർക്കറ്റ് ഓർഡർ ഇപ്പോൾ ഒരു സെൽ പൊസിഷൻ ആണെങ്കിൽ ഏത് ബയർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാന്ന് വെച്ചാൽ ചെറിയ അപ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ ആ ഉള്ള ഒരു മില്ലി സെക്കൻഡ് ഉള്ള ചെറിയ സ്ലിപ്പേജുകളിൽ നമ്മൾക്ക് എക്സാക്ട്ലി ഇപ്പോൾ 10 പോയിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 8 പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 9 പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 11-12 പോയിന്റുകളുടെ വ്യത്യാസം വരും വലിയ മൂവ്മെന്റ് ഉള്ള സ്റ്റോക്ക്. അതല്ല സ്റ്റഡി ആയിട്ട് വളരെ സ്ലോ മൂവിങ് സ്റ്റോക്കുകളാണെങ്കിൽ എക്സാക്ട്ലി കറക്റ്റ് ആ പോയിന്റിൽ തന്നെ നമുക്ക് സെല്ലേഴ്സ് കിട്ടി ആ കണ്ടീഷൻ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും. സോ അത് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക്. സോ എനിവേ സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ 99 കൊടുക്കുന്നു, ടാർഗറ്റ് 99 കൊടുക്കുന്നു, കാരണം ഞാനിവിടെ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദെൻ സ്ട്രാറ്റജി നെയിം ഞാനിവിടെ ജസ്റ്റ് ബജാജ് ഫിനാൻസ് 10 SLTP ടാർഗറ്റ് ആണെങ്കിലും 10 ക്വാണ്ടിറ്റി. സോ അഡ്വാൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രാറ്റജി ടൈം ഒക്കെ ഓക്കെ ആണ്. ക്യാൻഡിൽ സ്റ്റിക്ക് MIS പൊസിഷൻ ഇൻട്രാഡേ തന്നെയാണ്. സോ നമുക്കിതൊന്ന് സ്ട്രാറ്റജി സേവ് ചെയ്തിട്ട് ഡിപ്ലോയ് ചെയ്യാം. ഇത് ബാക്ക് ടെസ്റ്റിന് റെലവൻസ് ഇല്ല, എനിവേ സേവ് ചെയ്യുമ്പം മാൻഡറ്ററി ആയിട്ട് ബാക്ക് ടെസ്റ്റും റൺ ആവും. സോ ഞാനിത് ഡിപ്ലോയ് ചെയ്യുവാണ്. സെയിം സ്ട്രാറ്റജി ലൈവ്, സ്ട്രാറ്റജി സൈക്കിൾ 1, പേപ്പർ ട്രേഡ്. ഓക്കെ, പേപ്പർ ട്രേഡിലേക്ക് ഞാനിപ്പം ഡിപ്ലോയ് ചെയ്തു. ഇപ്പോൾ സമയം 3 മണിയായി. ഓൾമോസ്റ്റ് നമുക്ക് എന്തായാലും 1 മിനിറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ എൻട്രി എടുക്കും. പക്ഷേ പൊസിഷൻ എക്സിറ്റ് ആകുമോ എന്നുള്ള സംശയമാണ്, കാരണം 10 പോയിന്റിന്റെ മൂവ്മെന്റ് വന്നെങ്കിൽ മാത്രമേ എക്സിറ്റ് ചെയ്യത്തുള്ളൂ. ഒന്നുകിൽ 10 പോയിന്റ് അപ്പ് സൈഡ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ 10 പോയിന്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്യണം.
അല്ലെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ആവും. നമ്മൾ ടൈം ബേസ്ഡ് എക്സിറ്റ് കണ്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇൻ കേസ് ഒരു 15 മിനിറ്റിനകത്ത് നമുക്ക് എൻട്രി കിട്ടിയതിന് ശേഷം ബജാജ് ഫിനാൻസ് സ്റ്റോക്കിൽ ഒരു 10 പോയിന്റ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം, ഇതൊന്ന് പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. സോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത സ്ട്രാറ്റജി പ്രകാരം ഇപ്പോൾ എൻട്രി കിട്ടിയിട്ടുണ്ട്. ആ പൊസിഷൻ എൻ്റർ ആയിട്ടുണ്ട്. അതായത് 1 മിനിറ്റ് ക്യാൻഡിൽ, ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ എൻട്രി എടുത്തു. കാരണം ഓഫ് കോഴ്സ് 5000-ന് മുകളിലാണല്ലോ പ്രൈസ് ക്ലോസ് ചെയ്തത്. അപ്പോൾ എൻട്രി കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് 5327 എൻട്രി കിട്ടിയേക്കുന്നത്. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയേക്കുന്ന പോയിന്റ് മാർക്ക് ചെയ്തു 5327.35. അപ്പോൾ ഇതിലാണ് നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത്. പക്ഷേ ഈ സിഗ്നൽ ക്യാൻഡിൽ ഏതാണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ എൻട്രി കിട്ടിയ പ്രൈസ്, അതായത് 5327.35 നിന്ന് 10 പോയിന്റ് മുകളിലോ അല്ലെങ്കിൽ 10 പോയിന്റോ താഴെയോ അല്ല ശരിക്കും. കാരണം നമ്മളുടെ ഈ കണ്ടീഷൻ പ്രകാരം എന്ന് പറഞ്ഞ എക്സിറ്റ് പോയിന്റ് നമ്മളുടെ സിഗ്നൽ ക്യാൻഡിലിന്റെ ക്ലോസിന്റെ എന്നാണ്. അപ്പോൾ സിഗ്നൽ ക്യാൻഡിൽ ഓൾവേസ്, കാരണം എൻട്രി കിട്ടിയത്, ഇപ്പം നമുക്ക് ഇതിന്റെ ഓർഡർ ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ട്രീക്ക് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ 3 മണിക്കാണ്, അതായത് 5324 പ്രൈസ് എത്തിയപ്പോഴാണ് ഒരു ബൈ അലേർട്ട് സ്ട്രീക്കിലേക്ക് പോയത്. പക്ഷെ കംപ്ലീറ്റ് ആയത് ആ ഓർഡർ എക്സ്ചേഞ്ച് കൺഫേം ആയേക്കുന്ന, അല്ലെങ്കിൽ പേപ്പർ ട്രേഡിലാണെങ്കിൽ പോലും നെക്സ്റ്റ് അവൈലബിൾ സെല്ലർ കിട്ടിയേക്കുന്ന 5327 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എൻട്രി എടുത്തത്. പക്ഷെ സ്റ്റിൽ എൻട്രി കിട്ടാനുള്ള കമാൻഡ്, അതായത് ഓർഡർ ട്രിഗർ അയക്കുന്ന ഈ 5324 എന്നുള്ള പ്രൈസിലാണ്. അതായത് ഈ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡലിന്റെ ക്ലോസ് ഇതാണ്, 5324. ഈ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസിലാണ് ഇവിടെ ഈ 1 മിനിറ്റ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തപ്പോഴാണ് നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും സിഗ്നൽ ക്യാൻഡിൽ. ഓക്കെ, ഈ ക്ലോസ്, അതാണ് ഈ പ്രൈസ് വന്നത്. ഈ ഒരു ക്ലോസ്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോഴാണ് സ്ട്രീക്ക് 1000 ക്വാണ്ടിറ്റി വാങ്ങിക്കാനുള്ള ഒരു ബൈ ഓർഡർ ഇട്ടത്. ആ ബൈ ഓർഡർ ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് ക്യാൻഡിലിന്റെ ഈ പോസ്റ്റ്, ഇവിടെ ഈ ഒരു പോയിന്റിലാണ് അത് കിട്ടിയത്. അതാണ് ഈ 3 പോയിന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബജാജ് ഫിനാൻസ് ഒക്കെ പോലെ തന്നെ വളരെ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ. അത് എക്സാക്ട്ലി സെയിം, നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു മാനുവലി നമ്മൾ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ, വളരെ പ്രിസൈസ്ഡ് ആയിട്ട് കറക്റ്റ് ആ ഒരു എമൗണ്ടിൽ തന്നെ കൺഫേം ആവണം എന്നില്ല. അതിൽ ഫ്ലക്ച്വേഷൻസ് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരും. സോ അതാണ് ഈ ഡിഫറൻസ് വന്നത്. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ക്യാൻഡിൽ മാർക്ക് ചെയ്തെങ്കിലും ഈ 5325 എന്നുള്ള പോയിന്റിൽ 10 പോയിന്റ് മുകളിലോ 10 പോയിന്റ് താഴെയോ വരും. ഓക്കെ, ഇപ്പം നോട്ടിഫിക്കേഷൻ പൊസിഷൻ എക്സിറ്റ് ആയി എന്നാണ് വിശ്വസിക്കുന്നത്. നോക്കാം. ഓക്കെ, അത് സ്റ്റോപ്പ് ആയി. സോ ക്ലിയർലി സി 7300 പ്രോഫിറ്റ്. ഇത് പേപ്പർ ട്രേഡ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ആയി. കാരണം എക്സിറ്റ് ആയ പോയിന്റ് എന്ന് പറയുന്നത് 10 പോയിന്റിന്റെ, അതായത് SL ടാർഗറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ സെല്ല് 5334 പൊസിഷൻ എക്സിറ്റ് ചെയ്തു. അതാണ് ഇവിടെ. അതായത് നമുക്ക് സ്ട്രീക്ക് എൻട്രി പോയേക്കുന്ന സിഗ്നൽ ക്യാൻഡലിന്റെ കണ്ടീഷൻ പോയേക്കുന്ന 5324 എൻട്രി പോയി. 10 പോയിന്റ് ടാർഗറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. അതായത് ഈ സിഗ്നൽ ക്യാൻഡിൽ ഈ ഒരു പോയിന്റ് ഇവിടെയാണ് എൻട്രി ട്രിഗർ അയക്കുന്നത്. ഇവിടുന്ന് താഴോട്ട് 10 പോയിന്റ് വന്ന് ക്ലോസ് ചെയ്തായിരുന്നെങ്കിലും എക്സിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ മുകളിൽ 10 പോയിന്റ് ആയിരുന്നെങ്കിലും. അപ്പോൾ 5324 10 പോയിന്റ് കയറിയപ്പോൾ 5334 നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. അതേപോലെ തന്നെ തിരിച്ച് ഡൗൺ ട്രെൻഡ് ആയിരുന്നെങ്കിൽ എൻട്രി എടുത്തതിന് ശേഷം 10 പോയിന്റ് താഴെ പോകുമ്പോൾ 5224 10 പോയിന്റ് ലോസിൽ എക്സിറ്റ് ചെയ്താണ് നമ്മുടെ ഈ കണ്ടീഷൻ പ്രകാരം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചത്, പ്രാക്ടിക്കൽ സിനാരിയോയിൽ. കാരണം ആളുകൾക്കെല്ലാം വളരെയധികം കൂടുതലും ആളുകൾ ഇപ്പോൾ 10 സ്റ്റോക്ക് ഒരുമിച്ച് എൻട്രി എടുക്കുമ്പോൾ പോലും പലരും ആളുകൾ ചെയ്യുന്ന പല വാല്യൂ ആണ് സ്റ്റോക്കുകളുടെ. അപ്പോൾ ഒരു പെർസെൻറ്റേജ് കൃത്യമായിട്ടും ഒരു സ്റ്റോപ്പ് ലോസ് 1% ലോസും 5% അല്ലെങ്കിൽ 1% ലോസ് 2% പ്രോഫിറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ പോയിന്റിൽ തന്നെ എക്സിറ്റ് ചെയ്തെങ്കിൽ പോലും ഈ 5 സ്റ്റോക്കുകൾക്കും നമ്മൾ പൊസിഷൻ സൈസിങ് കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ 5 സ്റ്റോക്കുകൾക്കും വരുന്ന പ്രോഫിറ്റിൻ്റെ ഗെയിനും ലോസും ഒക്കെ ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലും ഈ സ്കാൽപ്പ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർ വളരെ കൺവീനിയൻ്റ് ആയിട്ട് കാണുന്നത് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റുമാണ്. സോ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആണ് ഈ സിഗ്നൽ ക്യാൻഡിൽ. സോ ഇത് മാത്രമല്ല, ഇത് എല്ലാ സ്ട്രാറ്റജിയിലും നമുക്ക് ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, ഇതിൻ്റെ ഫങ്ഷണാലിറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇനിയുള്ള ട്രേഡുകളിലെല്ലാം സാധാരണ കണ്ടീഷൻ്റെ കൂടെ തന്നെ പോയിന്റ് ബേസ്ഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യണം. ഓക്കെ, 4 പോയിന്റ് റിസ്കിൽ 4 പോയിന്റ് താഴെ പോവുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യണം. എങ്കിൽ ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്ത് ക്ലോസ് അപ്പ് ബൈ ഡൗൺ ബൈ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുക. സോ ഞാനിതൊരു എക്സാമ്പിൾ കാണിച്ചാണ്. സോ ഇത്രയും ഒരു ക്വാണ്ടിറ്റി സെയിം ലൈവിൽ എടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ 7300 പ്രോഫിറ്റ് കിട്ടിയാനെ.
സോ എനിവേ പേപ്പർ ട്രേഡ് ആണ്, അതിന് ഇമോഷൻസ് ഒന്നും ഇല്ല, അപ്പോൾ അതിൽ കാര്യമില്ല. ബട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, അതായത് എൻട്രി നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്ന കാണുന്ന, അതായത് എൻട്രി കിട്ടിയ പ്രൈസ് ആയിരിക്കില്ല സിഗ്നൽ ക്യാൻഡിൽ. അതായത് സിഗ്നൽ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എൻട്രി നോട്ടിഫിക്കേഷൻ എപ്പോൾ ട്രിഗർ ആവുന്നു. ഇതൊരു മൂവ്മെന്റ് കുറവുള്ള സ്റ്റോക്ക് ആണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് ഓർഡർ കിട്ടുന്ന ആ പോയിന്റിൽ തന്നെ കൺഫേം ആകാറുണ്ട്. പക്ഷേ ഇത്രയും വ്യത്യാസമുള്ള സ്റ്റോക്കിൽ, ഇപ്പോൾ ബജാജ് ഫിനാൻസ് പോലുള്ള സ്റ്റോക്കിൽ നമ്മളൊരു മാർക്കറ്റ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് നമ്മൾ കണ്ടിട്ട് 5000 രൂപ കണ്ടിട്ട് ഒരു മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് 5000 തന്നെ നമുക്ക് ഓർഡർ കിട്ടില്ല. 5002 ആവാം, 5003 ആവാം, 5005 ആവാം, അതേപോലെ തന്നെ അതിൽ കുറവാകും, പ്രൈസ് ഡിഫറൻസ് വരും. സോ ആ ഡിഫറൻസ് സ്വാഭാവികമായിട്ടും ആ ഒരു നമ്മൾ മാനുവലി പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഡിലേ ഡിഫറൻസ് തന്നെ ഓഫ് കോഴ്സ് സ്ട്രീക്ക് പോലുള്ള അല്ലെങ്കിൽ ഒരു ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വെച്ചിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ 100% വരും. പക്ഷേ ആ സ്ലിപ്പേജും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഓൾവേസ് മനസ്സിലാക്കുക, റിസ്ക് നമ്മൾ 10 പോയിന്റ് മുകളിലാണോ താഴെയാണോ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ സിഗ്നൽ ക്യാൻഡിൽ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എൻട്രി ഇട്ടേക്കുന്നത്, അതാണ് ആ സിഗ്നൽ ക്യാൻഡിൽ വന്ന ഫിഗർ. അതല്ലെങ്കിൽ ഓർഡർ ലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഈ ഒരു ഓർഡറിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടാണ് സ്ട്രീക്ക് എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ സ്ട്രീക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൈസിൽ നിന്ന് 10 പോയിന്റ് മുകളിലോ അല്ലെങ്കിൽ 10 പോയിന്റ് താഴെയോ വന്നു കഴിഞ്ഞാൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് പോയിന്റ് ബേസ്ഡ് സ്റ്റോപ്പ് ലോസ് സ്ട്രീക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സിഗ്നൽ ക്യാൻഡലിന്റെ ഫസ്റ്റ് യൂസേജ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്ത്, അതായത് ഇത് ബജാജ് ഫിനാൻസ് സ്റ്റോക്കിൻ്റെ തന്നെ നമ്മളൊരു പേപ്പർ ട്രേഡ് എക്സാമ്പിൾ കണ്ടു കാണും. 1 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ആ 1 മിനിറ്റ് ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് പോയിന്റ് ബേസ്ഡ് 10 പോയിന്റ് മുകളിലോട്ട് പോകുമ്പോൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 10 പോയിന്റ് താഴോട്ട് പോകുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് നമ്മളത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി വളരെ ക്ലിയർ ആണല്ലോ. നമുക്ക് പ്രാക്ടിക്കലി ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിം വെച്ചിട്ട് പ്രാക്ടിക്കലി അത് നല്ല രീതിയിൽ ഏത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രീക്ക് സ്ട്രാറ്റജിയിൽ ഏതും ഓപ്ഷൻസ് ആണെങ്കിലും ഇക്വിറ്റി സ്റ്റോക്കുകളിലാണെങ്കിലും അതല്ല ഏത് ടൈപ്പ് ബ്രേക്ക് ഔട്ടുകളിലും ഏത് സൈഡ് മൂവ്മെന്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്ന ക്യാൻഡിൽ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആണ്. സോ നമ്മൾ ആ ചാർട്ടിലും കണ്ട് ആ 1 മിനിറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ഇത് സിഗ്നൽ ക്യാൻഡിൽ അതിൻ്റെ പോയിന്റ്സ്, അതായത് 1 മിനിറ്റ് ക്യാൻഡിലാണ് സിഗ്നൽ ക്യാൻഡിലായിട്ട് സ്പോട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ആ പോയിന്റിൽ നിന്ന് 10 പോയിന്റ് മുകളിലോട്ടോ അല്ലെ 10 പോയിന്റ് താഴോട്ടോ വരുന്ന കേസിലാണ് നമ്മളുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്തത്, അല്ലേ? ഇനി ഒരു നെക്സ്റ്റ് കേസ് ചിന്തിച്ചോ. ഈ മാസ്റ്റർ ക്യാൻഡിൽ ടൈം ഫ്രെയിം ഈ സെയിം സ്ട്രാറ്റജിയിൽ തന്നെ 15 മിനിറ്റ് ആയിരുന്നെങ്കിൽ എങ്ങനായിരിക്കും റീഡ് ചെയ്യുന്നുള്ള കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, സെയിം സ്ട്രാറ്റജി വിത്ത് മാസ്റ്റർ ക്യാൻഡിൽ ടൈം ഫ്രെയിം 15 മിനിറ്റ്സ്. ഓക്കെ, അതിനായിട്ട് ഈ സെയിം സ്ട്രാറ്റജി തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുവാണ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളിവിടെ 1 മിനിറ്റ് ക്യാൻഡിലാണ് കൊടുത്തത്. ഈ 1 മിനിറ്റ് ക്യാൻഡിലിന് പകരം ഞാനൊരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ കൊടുക്കുവാണ്. ഓക്കെ, 15 മിനിറ്റ്സ് ക്യാൻഡിൽ മാസ്റ്റർ ക്യാൻഡിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് കൊടുത്തു. അപ്പോൾ ബൈ ഡിഫോൾട്ട് സ്ട്രാറ്റജി എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? 15 മിനിറ്റ്സിൻ്റെ ക്ലോസ് 5000-ന് മുകളിലാണെങ്കിൽ ഒരു പൊസിഷൻ എടുക്കും, അല്ലേ? 1000 ക്വാണ്ടിറ്റി ബജാജ് ഫിനാൻസിന് വാങ്ങും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചാർട്ടിൽ നോക്കാം. ഇതിപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ ഞാൻ സ്വിച്ച് ചെയ്തിട്ട് 15 മിനിറ്റ്സ് ഒന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പം എക്സാമ്പിൾ ഈ ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇതിപ്പം ഈ ഒരു ക്യാൻഡിൽ എടുത്ത് 5000-ന് മുകളിലാണ് അത് വന്ന് ക്ലോസ് ചെയ്തത്, അല്ലേ? അപ്പം ആ ക്ലോസ് ചെയ്ത പോയിന്റിൽ ഇവിടെ ആകുമ്പോൾ എൻട്രി കിട്ടും. 15 മിനിറ്റ് ക്യാൻഡിലാണ് ടൈം ഫ്രെയിം. 15 മിനിറ്റ് ക്യാൻഡിൽ എനിക്ക് എൻട്രി കിട്ടി, അല്ലേ? നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? 10 മിനിറ്റ്. ഓക്കെ, എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിന്റ് താഴെ പോയാലോ അല്ലെങ്കിൽ 10 പോയിന്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാലോ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ സാധാരണ മാനുവലി നമ്മൾ ട്രേഡ് എടുക്കുമ്പം ഈ 10 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടുന്ന പോയിന്റിൽ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ എനിക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത് 5320 എനിക്ക് എൻട്രി കിട്ടിയത്. അപ്പം ഐദർ 5330 അപ്സൈഡ് 10 പോയിന്റ് പോയി കഴിഞ്ഞാൽ 5330 എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലൊക്കെ എക്സിറ്റ് ചെയ്യണം 330. അതല്ല 10 പോയിന്റ് താഴെയാണ് പോകുന്നതെങ്കിൽ 5310 എക്സിറ്റ് ചെയ്യണം. അതാണ് നോർമൽ കണ്ടീഷനിൽ. അപ്പോൾ ഇതൊരു റിയൽ ടൈം ചാർട്ടല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മെൻഷൻ ചെയ്തതാണ് പോയിന്റ്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ആ സിറ്റീസ് ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിറ്റ് കണ്ടീഷനിൽ ഈ ക്ലോസ് റീഡ് ആവുന്നു എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ക്ലോസ് എന്ന് പറയുന്നത് സ്റ്റിൽ 15 മിനിറ്റ്സ് ആയിരിക്കും. മാസ്റ്റർ ക്യാൻഡിലിന്റെ അതേ ഡ്യൂറേഷൻ തന്നെ ആയിരിക്കും. അതായത് എക്സിറ്റ് ആവുന്നു എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ, നെക്സ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഈ സിഗ്നൽ ക്യാൻഡിലിന്റെ 10 പോയിന്റ് താഴെ വന്ന് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ എക്സിറ്റ് ചെയ്യൂ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ 10 പോയിന്റ് 5310 നമ്മുടെ എക്സിറ്റ് പോയിന്റ് എന്നിരിക്കട്ടെ. അപ്പൊ 5310 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ 10 പോയിന്റ് താഴെ വരുമല്ലോ. അപ്പൊ ഈ ഒരു പോയിന്റിൽ ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ എടുക്കാം.
ഈ ഒരു പോയിന്റ് കണ്ടോ? ശരിക്കും ഈ നമ്മുടെ എക്സിറ്റ് പ്രകാരം ഈ ഒരു പോയിന്റിൽ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുമെങ്കിൽ ഈ പോയിന്റിൽ എക്സിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയതേ ഉള്ളൂ. ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ആ 15 മിനിറ്റ്സ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യും. എക്സിറ്റ് ആണെങ്കിൽ ക്ലോസ് ചെയ്ത് എവിടാണ്? 5296, അതായത് ആ 15 മിനിറ്റ് ബജാജ് ഫിനാൻസ് പോലെ വൊളറ്റാലിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് തന്നെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം അതാണ്. അതിൻ്റെ ഇംപ്ലൈഡ് വൊളറ്റാലിറ്റി കൂടുതലാണ്. ആ ഒരു ഡിഫറൻസ്, അതായത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ 20 ഓൾമോസ്റ്റ് 10-15 പോയിന്റ് ഡിഫറൻസിലാണ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സാക്ട്ലി ശരിക്കും നമ്മുടെ കണ്ടീഷൻ പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാനുവലി ഒരു ട്രേഡ് എടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്ത ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കറക്റ്റ് എൻട്രി കിട്ടിയതിന് ശേഷം 10 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഈ സിഗ്നൽ ക്യാൻഡിൽ ഫംഗ്ഷനാലിറ്റി ബേസ് ചെയ്തിട്ട് സ്ട്രീക്ക് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നൽ ക്യാൻഡിൽ പോയിന്റിൽ അപ്പോൾ ഈ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ, അതാണ് നമ്മളുടെ രണ്ടാമത്തെ കേസിൽ മാസ്റ്റർ ടൈം ഫ്രെയിം. അപ്പോൾ ആ 15 മിനിറ്റ് ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഇവിടെ ഓപ്പൺ ആയി, ബട്ട് സ്റ്റിൽ അതിൻ്റെ ക്ലോസ് വന്ന് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ ഇത് എക്സിറ്റ് ചെയ്യൂ. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു കേസ് മനസ്സിലായല്ലോ. പക്ഷേ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാനായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കും, നമുക്ക് ഈ എക്സിറ്റ് കണ്ടീഷനിൽ ക്ലോസ് എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ, ഓപ്പൺ ആണല്ലോ, അപ്പോൾ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഇപ്പോൾ എക്സിറ്റ് കണ്ടീഷനകത്ത് സ്റ്റോപ്പ് ലോസ് എന്നുള്ളിടത്ത് നമ്മൾ ഓപ്പൺ കൊടുത്തു. ഓക്കെ, ഈ ഓപ്പൺ എന്ന് പറയുന്നത് കറണ്ട് എക്സിസ്റ്റിംഗ് ക്യാൻഡിലിൻ്റെ, അതായത് കറൻ്റ്ലി റൺ ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ വെച്ചിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ചെയ്യുന്നത് സിഗ്നൽ ക്യാൻഡിലിൻ്റെ ക്ലോസിന് താഴെ 10 പോയിന്റ് താഴെയാണെങ്കിൽ ഈ മറ്റേ 15 മിനിറ്റ്സ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യുന്ന ഈ മാസ്റ്റർ ടൈം ഫ്രെയിമാണ്. ഈ ഓപ്പണും ഈ ക്ലോസും എല്ലാം കൺസിഡർ ചെയ്യുന്ന ഈ മാസ്റ്റർ ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിൽ ലെങ്ത് ആണല്ലോ. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നിടം വരെ വന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ കണ്ടീഷൻ ടാക്കിൾ ചെയ്ത് കൊടുക്കും. ഞാനിത് പ്രാക്ടിക്കൽ കേസിൽ ചെക്ക് ചെയ്തതാണ്, ടെസ്റ്റ് ചെയ്തതാണ്. സോ അങ്ങനെ കൊടുത്തുകൂടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, അങ്ങനെ കൊടുക്കാം. പക്ഷേ ആ ക്യാൻഡിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്തോ. ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് നമ്മളുടെ ലൈൻ എക്സിറ്റ് ചെയ്യേണ്ട ലൈൻ ഇതാണ്, അതായത് ഇതാണ് 10 പോയിന്റ് താഴെ എന്നിരിക്കട്ടെ. ഈ ക്യാൻഡിൽ ഇതിന് താഴെ വന്ന് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഇമീഡിയറ്റ്ലി പൊസിഷൻ എക്സിറ്റ് ആവൂ. പക്ഷേ ഈ ഒരു കേസ് തന്നെ എടുത്തു, ബെസ്റ്റ് എക്സാമ്പിൾ. ഈ ഒരു കേസിൽ തന്നെ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ അയക്കുന്ന, ശരിക്കും എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്, പക്ഷേ ആ ക്യാൻഡിൽ ഓപ്പൺ അയക്കുന്നത് അതിന് മുകളിലാണ്. അപ്പോൾ സ്ട്രീക്ക് എങ്ങനെ വാലിഡേറ്റ് ചെയ്യും? ഈ ക്യാൻഡിൽ ഓപ്പൺ ആയി, ഈ ക്യാൻഡിൽ ഓപ്പൺ ആയതിനു ശേഷം 5310 മുകളിലാണ് അത് ഓപ്പൺ ആയിരിക്കുന്നത്. പക്ഷേ അതിന്റെ താഴെ ഓപ്പൺ ആയിരുന്നെങ്കിൽ മാത്രമേ എക്സിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് എക്സിറ്റ് ആയി ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? പിന്നെ ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഓപ്പൺ അയക്കുന്നത് ഈ പോയിന്റിലാണ്. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു, ഈ പോയിന്റിൽ ഓപ്പൺ ആയി. ഇവിടെ മാത്രമേ എക്സിറ്റ് സിഗ്നൽ കിട്ടൂ, കാരണം ഈ ഒരു കണ്ടീഷനാണ് ഈ ലൈന് താഴെ ഓപ്പൺ ആയേക്കുന്നത്. അപ്പം അങ്ങനെ വന്നാലും ടൈം ഫ്രെയിം കൂടിക്കഴിഞ്ഞാൽ, അപ്പം ഈ മാസ്റ്റർ ക്യാൻഡലിന്റെ ടൈം ഫ്രെയിമിന്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ ഈ സിഗ്നൽ ക്യാൻഡിൽ ഈ പോയിന്റ് വരുമ്പം ഉണ്ടാവുന്ന ഒരു റിസ്ക് ആണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതിന് മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ഓപ്പൺ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ അതിന് താഴെ ഓപ്പൺ ആവുന്നിടം വരെ എക്സിറ്റ് കണ്ടീഷൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വളരെയധികം കൺസിഡർ ചെയ്യേണ്ട ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് ആണത്. പ്രോപ്പറായിട്ട് അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാം. സോ ആസ് ഓഫ് നോ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഷോർട്ടർ ടൈം ഫ്രെയിംസിനാണ് അത് പ്രോപ്പർലി പറ്റുന്നത്. ഇപ്പം സ്വാഭാവികമായിട്ട് ഒരാൾക്കൊരു ഡൗട്ട് വരും, നമുക്കിപ്പം അൾട്ടിമേറ്റ് പ്ലാനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ മാസ്റ്റർ ടൈം ഫ്രെയിം ക്യാൻഡിലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൾട്ടി ടൈം ഫ്രെയിം ക്യാൻഡിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷൻ, ഇതൊരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്തുകൂടായിരുന്നു. ഞാൻ അത് ട്രൈ ചെയ്തതാണ്. നമ്മൾ മൾട്ടി ടൈം ഫ്രെയിം കൊടുക്കാം, മാസ്റ്റർ ടൈം ഫ്രെയിമിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അൾട്ടിമേറ്റ് പ്ലാനുള്ളവർക്ക് അത് പറ്റും. പക്ഷെ അന്നേരമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ മാസ്റ്റർ ക്യാൻഡിൽ ടൈം ഫ്രെയിം ഏതാണ് സെലക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഹയർ ഡ്യൂറേഷൻ മാത്രമേ മൾട്ടി ടൈം ഫ്രെയിമിൽ വർക്ക് ആവത്തുള്ളൂ. അതായത് ഇപ്പോൾ 15 മിനിറ്റ്സ് ആണ് ഇവിടെ, അപ്പോൾ ഇതിൻ്റെ ഷോർട്ടർ ടൈം ഫ്രെയിം 10 മിനിറ്റോ 5 മിനിറ്റോ 3 മിനിറ്റോ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അതിൻ്റെ ഹയർ ടൈം ഫ്രെയിമുകൾ മാത്രമേ ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ നമുക്ക് 1 മിനിറ്റ് ക്യാൻഡിൽ, ഇപ്പോൾ ഇവിടെ സപ്പോസ് ഒരു 1 മിനിറ്റ് ആയിരുന്നു ഇവിടെ മാസ്റ്റർ ടൈം ഫ്രെയിം ക്യാൻഡിലെങ്കിൽ, ഈ മൾട്ടി ടൈം ഫ്രെയിം കംപ്ലീറ്റഡിൽ 3 മിനിറ്റ്സ് പറ്റും, 5 മിനിറ്റ്സ് പറ്റും, 10 മിനിറ്റ്സ് പറ്റും, എല്ലാം പറ്റും. പക്ഷേ ഇവിടെ ഇപ്പം ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 അവർ ആണെങ്കിൽ 1 അവറിന് മുകളിലുള്ള ക്യാൻഡിൽസ് മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. 50 മിനിറ്റ്സ് നമ്മൾ സെലക്ഷൻ മാറ്റി 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 അവറിന് മുകളിൽ മന്ത്ലി ക്യാൻഡിൽ ഉണ്ട്, വീക്ക്ലി ക്യാൻഡിൽ, ഡെയിലി ക്യാൻഡിൽ, അവർലി ക്യാൻഡിൽ, അല്ലെങ്കിൽ സെയിം അല്ലെങ്കിൽ ഹയർ ദാൻ. ഷോർട്ടർ ടൈം ഫ്രെയിംസ് കിട്ടില്ല. സോ അതൊരു പ്രശ്നമാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ അത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒരു നോർമൽ പ്രൈസ്, ഇപ്പോൾ ഈ
NR7 സ്ട്രാറ്റജി ഒക്കെ ചെയ്യുന്നവർ വളരെ സിമ്പിളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന 1 മിനിറ്റ് ഒരു പ്രൈസിനായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഒരു ക്ലോസ് പ്രൈസ്, ഡയറക്റ്റ് ഒരു പ്രൈസ് ആയിരിക്കും കൊടുക്കുന്നത്. സോ അങ്ങനെ ആ പ്രൈസ് കൊടുക്കുന്നവർക്ക് ഇപ്പോൾ 400 രൂപ ഒരു സ്റ്റോക്കിന് അങ്ങനെ കൊടുക്കുന്നവർക്ക് ഈ സ്ട്രാറ്റജിയിൽ വളരെ സിമ്പിളായിട്ട് ക്ലോസ്, കാരണം 1 മിനിറ്റിൻ്റെ ക്ലോസ് തന്നെയാണ് വരുന്നത് പൊസിഷൻ. അപ്പോൾ 1 മിനിറ്റിൻ്റെ ക്ലോസ് എന്ന് തന്നെ കൊടുക്കാം. ക്ലോസ് ഇവിടെ 1 മിനിറ്റ് ക്യാൻഡിൽ ആകുമ്പോൾ 1 മിനിറ്റ് ഒരു 2 പോയിന്റ് മുകളിലാണെങ്കിൽ ഇവിടെ വാല്യൂ 2 പോയിന്റ് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ 1 പോയിന്റ്. അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞ ഞാൻ കുറേയധികം ടെസ്റ്റ് ചെയ്ത്, ലൈവിൽ ടെസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ പേപ്പർ ട്രേഡ് ചെയ്തു. ഇതൊരു ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫീച്ചറാണ്. ഇപ്പോൾ ഇതിൻ്റെ വെബ് വേർഷനിലും മൊബൈൽ വേർഷനിലും ഉണ്ട്. ഇനി ഒരു പോയിന്റും കൂടെ മെൻഷൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു സിഗ്നൽ ക്യാൻഡലിൻ്റെ അടുത്തൊരു യൂസ് ആണ്. അതായത് നമ്മളുടെ ഒരു ബുള്ളിഷ് സ്ട്രാറ്റജി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ അതിൻ്റെ ലോയിലോ, മേ ബി ലോ ഓർ ഹൈ എന്ന് മെൻഷൻ ചെയ്യാം. സിഗ്നൽ ക്യാൻഡലിൻ്റെ ലോയിലോ ഹൈയിലോ നമുക്ക് എക്സിറ്റ് കണ്ടീഷൻസ് പ്ലേസ് ചെയ്യാം. സോ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജീസിലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ് ഇത്. കാരണം ഈ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം സ്ട്രാറ്റജിയിൽ ഇത് തന്നെ കാണിച്ചു തരാം. ഇപ്പം ഇതൊരു വോളിയം ബ്രേക്ക് ഔട്ട് കണ്ടീഷൻ ആണെന്നിരിക്കട്ടെ. ഏതെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഒരു പ്രൈസ് സ്പെസിഫൈ ചെയ്യുന്നതിന് പകരം ഒരു പ്രീവിയസ് ക്ലോസ് ഹയർ ദാൻ അല്ലെങ്കിൽ ക്രോസസ് അബോ എന്നുള്ള ഒരു കണ്ടീഷനിൽ, ഫോർ എക്സാമ്പിൾ ക്രോസസ് അബോ, ഞാൻ ജസ്റ്റ് ഒരു ഇതിനായിട്ട് കാണിക്കുവാണ്. ഇവിടെ നമ്പർ മാറ്റിയിട്ട് പ്രീവിയസ് ഡേയുടെ ഹൈ. ഓക്കെ, സോ പ്രീവിയസ് ഡേയുടെ ഹൈ ഇത് മാറ്റി നമുക്ക് 10 ദിവസം കൺസോൾഡേറ്റ് ചെയ്യുന്ന പ്രീവിയസ് 10 ഡേയ്സിൻ്റെ ഹൈ, പീരീഡ് മാക്സ് ഹൈ ഒക്കെ മെൻഷൻ ചെയ്യാം. അതല്ലെങ്കിൽ NR7 പോലെ തന്നെ 7 ദിവസം കൺസോൾഡേറ്റ് ആയിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ 1 മിനിറ്റ് തന്നെ ഒരു വോളിയം കണ്ടീഷനും കൂടെ, വോളിയം ഹയർ ദാൻ ലോവർ കണ്ടീഷൻ അതും കൂടെ സ്പെസിഫൈ ചെയ്യാം. സോ എനിവേ ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഒരു കണ്ടീഷനും കൂടെ ആണെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടുന്നു. സപ്പോസ് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇതാണ് ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്നിരിക്കട്ടെ. അതിന് മുകളിലാണെങ്കിൽ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനുവലി നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് അതിന് താഴെ വന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഇവിടെ ഒരു പോയിന്റിൽ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ട്രേഡ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇവിടെ എൻട്രി കിട്ടി, പക്ഷേ ട്രേഡ് ഇവിടുന്ന് റിവേഴ്സ് ആയി ഇങ്ങനെ താഴോട്ട് ഈ ഡൗൺ ട്രെൻഡ് വരുന്നതിന് മുന്നേ തന്നെ ഈ എൻട്രി കിട്ടിയ ക്യാൻഡലിന്റെ ലോയുടെ താഴെ നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികം സാധാരണഗതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ശരിക്കും. കാരണം ഏത് പോയിന്റിലാണ് നമുക്ക് ഒരു സ്ട്രാറ്റജി ഇട്ട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 9:15 മുതൽ മാർക്കറ്റ് ക്ലോസ് ആവുന്ന 3:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് എപ്പം വേണേലും എൻട്രി കിട്ടാം. എൻട്രി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലൈവ് റണ്ണിങ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് മോഡിഫൈ ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ എൻട്രി കിട്ടിയതിന് ശേഷം എൻട്രി കിട്ടിയ ക്യാൻഡലിന്റെ ലോയിലോ ഹൈയിലോ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സിഗ്നൽ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്കത് സിമ്പിളായിട്ട് അത് പറ്റും. സോ അങ്ങനെയുള്ള കേസ് വരുവാണെങ്കിൽ ഇവിടെ ക്ലോസ് അപ്പ് ബൈ എന്നുള്ള കണ്ടീഷൻ മാറ്റി കഴിഞ്ഞിട്ട് പകരം ക്രോസസ് ബിലോ സിഗ്നൽ ക്യാൻഡലിന്റെ ലോ, ഇതൊരു എക്സിറ്റ് കണ്ടീഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, സിംഗിൾ എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കുക. സോ ഇതൊരു ബുള്ളിഷ് സ്ട്രാറ്റജി ആണെങ്കിൽ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ വന്നിട്ട് സിഗ്നൽ ക്യാൻഡലിന്റെ ലോയുടെ താഴെ വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ കിട്ടുന്ന ഒരു എൻട്രി ആണെങ്കിൽ ഇതാണ് സിഗ്നൽ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ സിഗ്നൽ ക്യാൻഡലിലെ ലോ ഈ ലൈൻ വരും, തിരിച്ചു വന്ന് റിവേഴ്സായി ഇത് വന്ന് ക്ലോസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഇവിടെ വന്ന്, ശരിക്കും ഈ ഒരു പോയിന്റിലാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ വേണേൽ കൺസിഡർ ചെയ്യാം. ക്ലോസ് ചെയ്ത പോയിന്റിൽ അത് എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് ക്യാൻഡിൽ സ്പെസിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഏത് പോയിന്റിലാണോ നമുക്ക് എൻട്രി കിട്ടുന്നത് ആ പോയിന്റിൽ അത് സ്ട്രീക്ക് തന്നെ അതിനെ സിഗ്നൽ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ സ്ട്രാറ്റജിയിൽ ആഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസിലെല്ലാം ഇങ്ങനെ കൊടുത്താൽ മതി. സോ ഇപ്പോൾ ബ്രേക്ക് ഔട്ട് കണ്ടീഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ഈ സ്കാൽപ്പ് ചെയ്യുന്നവർക്കാണ് ശരിക്കും അത് യൂസ് വരുന്നത്. സ്കാൽപ്പിംഗ് ഒക്കെ നോർമലി ചെയ്യുന്നവർ ശരിക്കും ഒരു എൻട്രി എടുക്കുമ്പോൾ ആ ക്യാൻഡിലിന്റെ ലോ ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാറുള്ളത്. ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലൊക്കെ ആണെങ്കിൽ സിമ്പിൾ വോളിയം ബ്രേക്ക് ഔട്ട് ഒക്കെയാണ് കണ്ടീഷനെങ്കിൽ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിന്റെ ലോ ആയിരിക്കാം നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളപ്പം ഇതുപോലെ തന്നെ ക്രോസസ് ബിലോ സിഗ്നൽ ക്യാൻഡിലിന്റെ ലോ കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി കിട്ടുന്ന ക്യാൻഡിലിന്റെ ലോ താഴെ വരുമ്പോൾ അത് എക്സിറ്റ് ആയി പോകും. ഇതിന്റെ കൂടെ നമുക്ക് ഓപ്ഷണലായിട്ട് ഓർ കണ്ടീഷൻ ഇട്ടിട്ട് വേറെ നോർമൽ ആയിട്ടുള്ള എക്സിറ്റ് കണ്ടീഷൻസ് ഡിഫൈൻ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മളുടെ യൂഷ്വൽ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ടാർഗറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് മാറ്റി കൊടുക്കാം. സോ പല സെറ്റ് ഓഫ് കോമ്പിനേഷൻസിന് ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസ് പ്രോപ്പർലി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിപ്പോൾ എക്സിസ്റ്റിംഗ്ലി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസിലും അതിലുള്ള നല്ല രീതിയിൽ ഇത് ക്ലബ് ചെയ്ത് നോക്കുക. അതിന് മുന്നേ തന്നെ കുറേ അധികം പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. അപ്പം
ഡയറക്റ്റ് ഇത് ലൈവിലേക്ക് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ട് അതിൻ്റെ ഗ്ലിച്ചുകൾ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പേ പേപ്പർ ട്രേഡിൻ്റെ ഫ്ലോ മൊത്തം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ധാരാളം പേപ്പർ ട്രേഡുകൾ ചെയ്ത് നോക്കുക. കുറേയധികം, കാരണം പേപ്പർ ട്രേഡിംഗ് ഓൾവേസ് ഫ്രീ ആണ്, വിത്തൗട്ട് എനി റിസ്ക് നമുക്കത് ചെയ്യാം. കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള കോമ്പിനേഷൻ, പല സിനാരിയോകളിൽ, പല സ്റ്റോക്കുകളിൽ പല രീതിയിൽ കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇതിൻ്റെ എക്സിറ്റ് കണ്ടീഷൻസ് എങ്ങനെ വെക്കാം, പോയിന്റ് ബേസ്ഡ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് പോയിന്റ് ബേസ്ഡ് ഏതൊക്കെ കണ്ടീഷനിൽ പ്രോപ്പർലി വരും, കണ്ടീഷൻസ് കുറച്ച് ഈവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനിപ്പം റിസർച്ച് ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, വളരെ നല്ല രീതിയിൽ, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ നമ്മുടെ സ്ട്രാറ്റജീസിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഡയറക്റ്റ് 1 മിനിറ്റ് ഷോർട്ടർ ടൈം ഫ്രെയിം യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ഈസി ആയിട്ട് പോയിന്റ് ബേസ്ഡ് തന്നെ സെറ്റ് ചെയ്യാം. ബട്ട് ഹയർ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ, മെയിനായിട്ട് മാസ്റ്റർ ക്യാൻഡിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ റിസ്കുകൾ, ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ, അതായത് ആ ക്യാൻഡിൽ ടൈം ഫ്രെയിമിൽ വരുന്ന പ്രൈസ് ചേഞ്ചുകൾ ടാക്കിൾ ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കുക. റിയൽ ടൈം എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം പേപ്പർ ട്രേഡുകൾ ഫുൾ എടുത്തതിന് ശേഷം ചെറുതായിട്ട് ലൈവിൽ ചെയ്തു തുടങ്ങുക, എല്ലാ സ്ട്രാറ്റജീസും ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഇതാണ് ഈ സിഗ്നൽ ക്യാൻഡലിനെ പറ്റി പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റി. അതേപോലെ തന്നെ ഇപ്പം സ്ട്രേക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഓൾറെഡി. ഏഞ്ചൽ ബ്രോക്കറും കൂടെ ഇപ്പോൾ സപ്പോർട്ടായി തുടങ്ങിയിട്ടുണ്ട്. സൊഫ്നോ ലൈക്സ് സിറോദ കൈറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ തന്നെ സെയിം സബ്സ്ക്രിപ്ഷൻ തന്നെ, ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ എക്സിസ്റ്റിംഗ്ലി യൂസ് ചെയ്യുന്നവർക്ക് ഏഞ്ചൽ ബ്രോക്കിംഗ് ഐഡിയ ഉണ്ടെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് സ്ട്രേക്കിൽ സിറോദ ലോഗിൻ ചെയ്യുന്നതിന് പകരം ഏഞ്ചൽ ബ്രോക്കിംഗ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ സ്ക്രീനിൽ തന്നെ അത് കാണാറുണ്ട്. സോ അങ്ങനെ യൂസ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ വൈഡറായിട്ട് വേറെ ഒരു ബ്രോക്കറും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പേഴ്സണലി ഏഞ്ചൽ ബ്രോക്കിംഗ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, സോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് സിഗ്നൽ ക്യാൻഡലിനെ പറ്റി പറയാം. സോ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ, കോൺസെപ്റ്റ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് പേപ്പർ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ ഈ സിഗ്നൽ ക്യാൻഡിൽ എന്നുള്ള ന്യൂ ഫങ്ഷണാലിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്ത് പ്രാക്ടിക്കലി ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ട്രേഡ് സെറ്റപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതേപോലെ സ്ട്രീക്ക് റിലേറ്റഡും ട്രേഡിംഗ് സംബന്ധമായ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനൽ ത്രൂ ഷെയർ ചെയ്യാറുണ്ട്. സോ ഈ വീഡിയോ തുടർന്നും കാണാൻ, ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ്.